എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ 8-ാം തീയതി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും, കാൻഡിഡേറ്റ് ലോഗിൻ ഈ ഒരു പേജിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ റിസൾട്ട് വന്ന ശേഷമാണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കും കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ലോഗിനും വരികയുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ നിങ്ങളുടെ ജില്ലയും ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻ്റ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, യുവർ റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ ലിങ്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിവ വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ 8-9 തീയതികളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്ററിനോടൊപ്പം തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ TC അതുപോലെ തന്നെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതായത് ക്ലബ് സർട്ടിഫിക്കറ്റോ മറ്റോ ഉള്ള സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് എത്രയാണ് അതായത് അഡ്മിഷൻ ഫീസ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാകും. അത് ഏകദേശം ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സ് അനുസരിച്ചിട്ടാണ് വരിക. കോഴ്സ് അനുസരിച്ച് ഒരു 1500 രൂപ വരെയാണ് സാധാരണഗതിയിൽ അഡ്മിഷൻ ഫീസ് ഇനത്തിൽ വരാറുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും ഫീസ് വരും. അപ്പോൾ ഈ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.